ഹലോ ക്ലാസ്. അപ്പോൾ നമുക്കിന്ന് പുതിയ സെഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതുവരെ 5th സെമ്മിലേതാണ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി നമ്മൾ 6th സെമ്മിലെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ സെക്കൻഡ് ലെസൺ ആണ് ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80. ഫസ്റ്റ് ലെസണിൽ നിങ്ങൾക്ക് തിയറി മാത്രം പഠിച്ചാൽ മതിയാവും. അതിൽ സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് എന്ന് പറയുന്നതും ക്ലബിംഗ് ആൻഡ് അഗ്രിഗേഷൻ ഓഫ് ഇൻകംസ് എന്ന് പറയുന്നതുമായിട്ടുള്ള 2 സെക്ഷൻസാണ് ഉള്ളത്. അത് നമ്മൾ ഒരു ഇൻഡിവിജ്വലിൻ്റെ അസസ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം നമ്മൾ പഠിച്ചത്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം കമ്പൈൻ ചെയ്തിട്ട് ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ വരുന്ന ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആണ് സെറ്റ് ഓഫ് ആൻഡ് ക്യാരി ഫോർവേഡ് ഓഫ് ലോസസ് ആസ് വെൽ ആസ് അഗ്രിഗേഷൻ ആൻഡ് ക്ലബിംഗ് ഓഫ് ഇൻകംസ് എന്ന് പറയുന്നത്. സോ യു ജസ്റ്റ് ഗോ ത്രൂ ദ തിയറി പോർഷൻസ് ഓഫ് ദ സെഡ് ലെസൺസ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് നമുക്ക് പ്രാക്ടിക്കലി ഒരാളുടെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുന്നതിൽ വേണ്ടതായിട്ടുള്ള സെഷൻസിലേക്കാണ് നമ്മളിനി മൂവ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ചത് ഡിഫറെൻ്റ്ലി നമ്മൾ ഓരോ ഹെഡ്സ് ഓഫ് ഇൻകം കമ്പ്യൂട്ട് ചെയ്യാൻ പഠിച്ചു. ഇനി ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം കമ്പ്യൂട്ടേഷനിൽ നമ്മൾ ചെയ്യേണ്ടത് 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലും വരുന്ന, സപ്പോസ് ഇഫ് എൻ ഇൻഡിവിജ്വൽ ഇസ് ഹാവിങ് 5 ഡിഫറെൻറ്റ് ഹെഡ്സ് ഓഫ് ഇൻകം ആൻഡ് നമ്മൾ അറിയാവുന്ന തിയറീസ് എല്ലാം ഉപയോഗിച്ചുകൊണ്ട് ഈ 5 ഹെഡ്സ് ഓഫ് ഇൻകത്തിലുള്ള ഇൻകംസ് ടോട്ടൽ ചെയ്തുകൊണ്ട് ഓരോന്നിലും നമുക്ക് ടാക്സബിൾ ഇൻകം കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ ആ ഓരോ ഹെഡ്സ് ഓഫ് ഇൻകത്തിലെയും ടോട്ടൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ ഗ്രാൻഡ് ടോട്ടൽ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ഗ്രോസ് ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ ഗ്രോസ് ടോട്ടൽ ഇൻകം ഓർ GTI എന്ന് പറയുന്നത്, ആ GTIയിൽ നിന്ന് അഗെയിൻ വി ക്യാൻ ഹാവ് സം ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80. ആ സെഷൻസിലൂടെയാണ് നമ്മൾ ഇപ്പോൾ കടന്നു പോകുന്നത്, ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അതിൽ ഒരുപാട് സെക്ഷൻസ് ഉണ്ട്. അതിൽ ഇമ്പോർട്ടൻറ്റ് സെക്ഷൻസ് ആർ ബീയിങ് ഡിസ്കസ്ഡ് ഹിയർ. അതിൽ ഫസ്റ്റ് വൺ ആണ് ഡിഡക്ഷൻ ഇൻ റെസ്പെക്റ്റ് ഓഫ് ലൈഫ് ഇൻഷുറൻസ് പ്രീമിയം, കോൺട്രിബ്യൂഷൻ ടു പ്രോവിഡൻറ്റ് ഫണ്ട് എക്സെട്ര, ആൻഡ് ദാറ്റ് ഈസ് ഇൻ സെക്ഷൻ 80C. അപ്പോൾ 80Cയിൽ സപ്പോസ് ഒരു ഇൻഡിവിജ്വൽ എന്തെങ്കിലും ഒരു LIC പ്രീമിയമോ അതുപോലെ തന്നെ ഏതെങ്കിലും പ്രോവിഡൻറ്റ് ഫണ്ടിലേക്കോ മറ്റോ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സെക്ഷൻ 80C പ്രകാരം ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്ഷൻ ഉണ്ടായിരിക്കും. അത് 1.5 ലക്ഷമാണ് അതിൻ്റെ പരിധിയുള്ളത്. LIC പ്രീമിയത്തിന് ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്, അതായത് ഒരാൾ എത്ര വേണമെങ്കിലും ചെയ്യാമെന്നില്ല, പോളിസി എമൗണ്ടിൻ്റെ 20% വരെ പ്രീമിയം അടയ്ക്കുകയാണെങ്കിൽ ആ ഒരു പ്രീമിയം എമൗണ്ട് അയാൾക്ക് 80C പ്രകാരം ഡിഡക്റ്റ് ചെയ്യാം. മാക്സിമം 1.5 ലക്ഷം രൂപയെ ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, 5 ഹെഡ്സ് ഓഫ് ഇൻകവും കഴിഞ്ഞ് അതെല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നാണ് നമ്മൾ 80C പ്രകാരവും സെക്ഷൻ 80 പ്രകാരവും ഉള്ള ഡിഡക്ഷൻസ് ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഡിഡക്ഷനാണ് 80C. ഒരു ഇൻഡിവിജ്വലിന് ഇത്തരത്തിലുള്ള LIC പ്രീമിയംസോ അതുപോലെ നോക്കൂ, അടുത്തതിൽ പറയുന്നത് ഇത്തരത്തിലുള്ള ഇപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ലിസ്റ്റ് മുഴുവനും, അതായത് എന്തെങ്കിലും ഒരു കോൺട്രാക്റ്റ് ഓഫ് ആനുവിറ്റിയോ ഡെഫേർഡ് ആനുവിറ്റിയോ സ്റ്റാറ്റ്യൂട്ടറി PFലേക്കോ പബ്ലിക് PFലേക്കോ നാഷണൽ സേവിങ്സ് സർട്ടിഫിക്കറ്റിലേക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സേവിങ്സ് ഇയാൾക്കുണ്ടെങ്കിൽ ആ സേവിങ്സ് എല്ലാം ഇവിടെ നമുക്ക് 80Cയിൽ ഒരു ഡിഡക്ഷനായിട്ട് കാണിക്കാം. 1.5 ലക്ഷം രൂപ വരെയാണ് അതിൻ്റെ ലിമിറ്റ്. അതാണ് ഈ സെക്ഷനിൽ പറയുന്നത്. അടുത്തത് 80CCC പ്രകാരം പെൻഷൻ ഫണ്ടുകളിലേക്ക് എങ്ങാനും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് ആ എമൗണ്ട് നമുക്ക് 80CCC പ്രകാരം മൈനസ് ചെയ്യാം. അപ്പോഴും അത് ലിമിറ്റ് എക്സീഡ് ചെയ്യാൻ പാടില്ല. 1.5 ലക്ഷമാണ് അതിൻ്റെ ലിമിറ്റ്. അതുപോലെ 80CCD പ്രകാരം, അതായത് ഇതിൽ കുറേ സെക്ഷൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ഓരോ സെക്ഷൻ അനുസരിച്ചിട്ടും ആ സെക്ഷനിൽ പറയുന്ന തുക അയാൾ എക്സ്പെൻഡ് ചെയ്യുകയോ കോൺട്രിബ്യൂട്ട് ചെയ്യുകയോ സേവ് ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് എമൗണ്ട് ക്യാൻ ബി അക്കോർഡിംഗ് ടു ഒരു ലിമിറ്റ് ഉണ്ട്, നമുക്ക് ഡിഡക്റ്റ് ചെയ്യാം. ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അതിനെക്കുറിച്ച് സെക്ഷനാണ് സെക്ഷൻ 80. അതുപോലെ ഇതിൽ സെക്ഷൻ 80CCCയും 80CCDയുമാണ് വരുന്നത്. ഇതെല്ലാം പെൻഷൻ സ്കീമുകളും ആനുവിറ്റി സ്കീമുകളുമാണ്. അടുത്തത് 80CCG പ്രകാരം ഏതെങ്കിലും ഒരു ലിസ്റ്റഡ് ഇക്വിറ്റി ഷെയറുകളിൽ, രാജീവ് ഗാന്ധി ഇക്വിറ്റി സേവിംഗ് സ്കീമിന് കീഴിലുള്ള ഇക്വിറ്റി ഷെയറുകളിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു 25,000 രൂപ വരെയൊക്കെയാണ് അത് പറ്റുന്നത്. അത്രയും തുക വരെ മാക്സിമം ഒരു 25,000 വരെ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാവുന്നതാണ്. അതുപോലെ അടുത്തത് 80D പ്രകാരം സപ്പോസ് ഇഫ് എൻ ഇൻഡിവിജ്വൽ ഈസ് ഹാവിങ് സം മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം പെയ്ഡ്, മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എന്തെങ്കിലും പേ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു ഡിഡക്ഷൻ കിട്ടും. അതിൻ്റെ എമൗണ്ട് വരുന്നത് നെക്സ്റ്റ് പേജിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. എമൗണ്ട് എലിജിബിൾ ഫോർ ഡിഡക്ഷൻ ഈസ് അപ് ടു ₹25,000. 25,000 രൂപ വരെ നമുക്ക് മെഡിക്കൽ ഇൻഷുറൻസ് പ്രീമിയം എടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഇവിടെ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. സപ്പോസ് ദ ഇൻഷുറൻസ് പ്രീമിയം ഈസ് മെൻറ്റ് ഫോർ എ സീനിയർ സിറ്റിസൺ അപ് ടു 50,000 can be deducted. അതാണ്
ഈ സെക്ഷനിൽ പറയുന്നത്. അടുത്ത സെക്ഷൻ 80D ആണ്. ഡിഡക്ഷൻ ഇൻ റെസ്പെക്ട് ഓഫ് മെയിൻ്റനൻസ് ഇൻക്ലൂഡിങ് ദ മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എ ഡിപ്പെൻഡൻറ്റ്. നമുക്കൊരു ഡിസേബിൾ ആയിട്ടുള്ള ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഒരാൾ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ അയാളുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് സപ്പോസ് ഇഫ് വി ഹാവ് എക്സ്പെൻഡഡ് സം എമൗണ്ട് ഓൺ ദ ട്രീറ്റ്മെൻറ്റ് ഓഫ് സച്ച് എ ഡിസേബിൾഡ് ഡിപ്പെൻഡൻറ്റ് വി ക്യാൻ ഹാവ് എ ഡിഡക്ഷൻ അപ് ടു ₹1,25,000. 1.25 ലക്ഷം രൂപ വരെ നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. ഒരു ഇൻഡിവിജ്വലിനെ ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ കുറേ സെക്ഷൻസ് ഉണ്ട്, അത് വളരെ ബ്രീഫായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനേ പറ്റുള്ളൂ. You have to go through in detail through all of these sections. മെഡിക്കൽ ട്രീറ്റ്മെൻറ്റ്, എന്തെങ്കിലും പ്രത്യേകിച്ചുള്ള ഡിസീസസ്, അതായത് ന്യൂറോളജിക്കൽ ഡിസീസസ്, ക്യാൻസർ, എയ്ഡ്സ്, ക്രോണിക് റീനൽ ഫെയിലർ, ഹീമോഫീലിയ, തലാസീമിയ പോലെയുള്ള ഡിസീസസിന് വേണ്ടിയിട്ട് എന്തെങ്കിലും എക്സ്പെൻഡിച്ചർ ചെയ്തിട്ടുണ്ടെങ്കിൽ 40,000 രൂപ വരെ ഡിഡക്ഷൻ 80DDB പ്രകാരം ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. സെക്ഷൻ 80E പ്രകാരം ഹയർ എഡ്യൂക്കേഷൻ ലോൺ എടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് നമുക്ക് 8 ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് അത് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ഡിഡക്ഷൻസ് ആണ് നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ചെയ്യാൻ പറ്റുന്നത് എന്നാണ് ഈ സെക്ഷൻസിലുടനീളം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ കുറേ സെക്ഷൻസ് ഉണ്ട്, പ്രധാനപ്പെട്ട സെക്ഷൻസ് ആണ് ഞാൻ പറയുന്നത്. അടുത്തത് സെക്ഷൻ 80G ആണ്. 80G വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സെക്ഷനാണ്. കാരണം പലരും 80G അവെയിൽ ചെയ്യാറുണ്ട്. ഡൊണേഷൻസ് ആണ് 80Gയിൽ പറയുന്നത്. ഒരു ഇൻഡിവിജ്വൽ ഏതെങ്കിലും തരത്തിലുള്ള, ഇതിൽ പറയുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഡൊണേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ക്യാഷായിട്ട് കൊടുക്കാൻ പാടില്ല, ചെക്കായിട്ടോ മറ്റോ പേ ചെയ്യേണ്ടതാണ്. അത്തരത്തിലുള്ള ഡൊണേഷൻസ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡൊണേഷൻസിന് ഒരു നിശ്ചിത എമൗണ്ട് ഡിഡക്ഷൻ അയാൾക്ക് അവെയിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ എത്രയൊക്കെ ടൈപ്സ് ഓഫ് ഡൊണേഷൻസ് ആർ ദർ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ടേ നമുക്ക് എത്ര എമൗണ്ട് ആണ് ഡൊണേഷന് ഡിഡക്റ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഡൊണേഷൻസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 4. ദാറ്റ് ഈസ് 100% no limit donations, 50% no limit donations, 100% with limit donation as well as 50% with limit donations. അപ്പോൾ ആ ഒരു ലിമിറ്റുമാണ് ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ലിമിറ്റ് ഇല്ലാത്ത ഡൊണേഷൻസ് ഉണ്ട്, 50% ലിമിറ്റുള്ള ഡൊണേഷൻസ് ഉണ്ട്. അപ്പോൾ നോ ലിമിറ്റ് ഡൊണേഷൻ എന്ന് പറയുമ്പോൾ 100% നോ ലിമിറ്റ് എന്ന് പറയുമ്പോൾ 100% നമുക്ക് ആ ഒരു കാറ്റഗറിയിലുള്ള ഏതെങ്കിലും ഒരു ഐറ്റത്തിൽ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് 100% ലിമിറ്റ്ലെസ് ആയിട്ട് നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. സോ 50% നോ ലിമിറ്റ് ഡൊണേഷൻ എന്ന് പറയുന്ന കാറ്റഗറിയിൽ പെടുന്ന ഡൊണേഷൻസ് ആണെങ്കിൽ നമുക്ക് ലിമിറ്റ് ഇല്ലെങ്കിലും അതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ഡിഡക്റ്റബിൾ ആകുന്നുള്ളൂ. പിന്നെ വിത്ത് ലിമിറ്റ് ഡൊണേഷൻസ് എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഡൊണേഷൻസിൽ നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അതിനൊരു ലിമിറ്റ് ആപ്ലിക്കബിൾ ആണ്, അത്രയ്ക്കേ നമുക്ക് ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഈ 4 കാറ്റഗറിയിലും വരുന്ന ഡൊണേഷൻസ് ഏതൊക്കെയാണെന്നുള്ളത് മനസ്സിലാക്കാം. അതിൽ ആദ്യത്തേത് 100% നോ ലിമിറ്റ് ഡൊണേഷൻസിലാണ് ഏറ്റവും കൂടുതൽ ഡൊണേഷൻസ് വരുന്നത്. അതെല്ലാം നാഷണൽ ലെവലിൽ ഇമ്പോർട്ടൻസ് ഉള്ള ഡൊണേഷൻസ് ആണ്. നോക്കൂ, നാഷണൽ ഡിഫൻസ് ഫണ്ട്, പ്രൈം മിനിസ്റ്റേഴ്സ് നാഷണൽ റിലീഫ് ഫണ്ട്, ആഫ്രിക്ക പബ്ലിക് കോൺട്രിബ്യൂഷൻസ് ഇന്ത്യ ഫണ്ട്, ദ നാഷണൽ ഫൗണ്ടേഷൻ ഫോർ കമ്മ്യൂണൽ ഹാർമണി, ജില്ലാ സാക്ഷരതാ സമിതിസ്, നാഷണൽ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൗൺസിൽ, state councils. You can go through all these things. So the Chief Minister's Relief Fund, National Illness, National Sports Fund, Cultural Fund, National Children's Fund, നാഷണൽ ഫണ്ട് ഫോർ കൺട്രോൾ ഓഫ് ഡ്രഗ് അബ്യൂസ്. ഇത്തരത്തിലുള്ള 17ഓളം ഡൊണേഷൻസ് ആണ് 100% നോ ലിമിറ്റ് ഡൊണേഷൻസ് വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഡൊണേഷൻസിലേക്ക് നമ്മൾ എന്തെങ്കിലും ഡൊണേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ട് 100% നമുക്ക് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് സെക്ഷൻ 80G പ്രകാരം ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. അടുത്തത് 50% നോ ലിമിറ്റ് ഡൊണേഷൻസ് ആണ്. 50% നോ ലിമിറ്റ് എന്ന് പറയുമ്പോൾ അതിൽ കൃത്യമായിട്ടുള്ള എണ്ണം ഡൊണേഷൻസ് ആണ് വരുന്നത്. അതായത് നോ ലിമിറ്റ് ഡൊണേഷൻ ആണെങ്കിലും അതിൻ്റെ പകുതി മാത്രമേ നമുക്ക് ഡിഡക്ഷൻ ക്ലെയിം ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിൽ ഒന്നാമത്തേത് ജവഹർലാൽ നെഹ്റു മെമ്മോറിയൽ ഫണ്ടാണ്. അടുത്തത് പ്രൈം മിനിസ്റ്റേഴ്സ് ഡ്രോട്ട് റിലീഫ് ഫണ്ട്, ഇന്ദിരാഗാന്ധി മെമ്മോറിയൽ ട്രസ്റ്റ്, ദെൻ രാജീവ് ഗാന്ധി ഫൗണ്ടേഷൻ. ഈ പറയുന്ന 4 തരത്തിലുള്ള ഡൊണേഷൻസിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെല്ലാം നമുക്ക് 50% പകുതി നമുക്ക് ലിമിറ്റ്ലെസ് ആയിട്ട് പകുതി എമൗണ്ട് 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 50 രൂപ നമുക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് വിത്ത് ലിമിറ്റ് ഡൊണേഷൻസിലേക്ക് പോവാം. അതിൽ 100% ഉള്ളതുണ്ട്, 50% ഉള്ളതുണ്ട്. 100% വിത്ത് ലിമിറ്റ് ഡൊണേഷൻ എന്ന് പറയുന്നത് 2 തരമാണ്. ഡൊണേഷൻസ് ടു ദ ഗവൺമെൻറ് ഓർ ലോക്കൽ അതോറിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ദ പേർപ്പസ് ഓഫ് പ്രൊമോട്ടിംഗ് ഫാമിലി പ്ലാനിങ്. ഫാമിലി പ്ലാനിങ് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുത്തിട്ടുള്ള ഡൊണേഷൻസ്. അതുപോലെ തന്നെ ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന് വേണ്ടിയിട്ടുള്ള കമ്പനീസിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ള ഡൊണേഷൻസ്. ഇത് രണ്ടും വിത്ത് ലിമിറ്റ് 100% ആണ്. ഈ 2 കാറ്റഗറി ഓഫ് ഡൊണേഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട്. അതിന് ആ ലിമിറ്റ് നമുക്ക് പിന്നീട് പഠിക്കാം. അതിൻ്റെ ഹാഫ് ഫുൾ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം. ഇനി 50% ഡൊണേഷൻസ് ഉണ്ട്. അതിൽ വരുന്നത്
ഈ 5 എണ്ണമാണ് വരുന്നത്. ചാരിറ്റബിൾ പർപ്പസ്, ജനറൽ ചാരിറ്റി ഒക്കെ ഇതിലാണ് വരുന്നത്. ജനറൽ ചാരിറ്റിക്ക് വേണ്ടി കൊടുത്തിട്ടുള്ള പൈസകൾ, അതുപോലെ സിറ്റീസ്, ടൗൺസ്, വില്ലേജസിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, ഒരു റൂറൽ ഡെവലപ്മെൻറ്റ്, ഹൗസിംഗ് അക്കോമഡേഷന് വേണ്ടി കൊടുത്തിട്ടുള്ളത്. അതുപോലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള, പ്രൊമോട്ട് ചെയ്തിട്ടുള്ള ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള കോർപ്പറേഷൻസിലേക്ക് കൊടുക്കുന്ന ഡൊണേഷൻസ്, അതുപോലെ ടെമ്പിൾസ്, ചർച്ചസ്, മോസ്ക് അവരുടെയൊക്കെ റെനോവേഷന് വേണ്ടി കൊടുത്തിട്ടുള്ള ഡൊണേഷൻസ്, ഇതെല്ലാം വിത്ത് ലിമിറ്റ് 50% വരുന്നതാണ്. സോ യു ഫസ്റ്റ് ഈ 4 കാറ്റഗറി ഓഫ് ഡൊണേഷൻസ് ആദ്യം തറലി നമ്മൾ മനസ്സിലാക്കണം. അതിനുശേഷം മാത്രമേ നമുക്കത് എത്ര എമൗണ്ട് ആണ്, ഇതുവരെ പറഞ്ഞ എല്ലാ ഡിസ്കഷൻസിലും അതർ ദാൻ ATG വി നോ ദ സ്പെസിഫിക് എമൗണ്ട് ടു ബി ഡിഡക്റ്റഡ്, എത്ര എമൗണ്ട് ഡിഡക്റ്റ് ചെയ്യാം, വാട്ട് ഈസ് ദ ലിമിറ്റ് ഓഫ് ഡിഡക്ഷൻ എന്നുള്ളത് നമുക്ക് അറിയാമായിരുന്നു. വെറാസ് ഇൻ ദ കേസ് ഓഫ് ATG we need to know the sections of donations and then only we may decide what amount can be deducted in this respect. അപ്പോൾ നമുക്കത് അടുത്ത ദിവസത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത് അതിൻ്റെ ഒരു പ്രൊസീജിയറാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ക്വാളിഫയിങ് എമൗണ്ട് പറയുന്നുണ്ട്. ദാറ്റ് ഐ തിങ്ക് ഈ ഒരു ഇതും കൂടി നമുക്ക് നോട്ട് ചെയ്യാം. അതായത് വാട്ട് ഈസ് ദിസ് ലിമിറ്റ് എന്നുള്ളതാണ്. വിത്ത് ലിമിറ്റ് ഡൊണേഷൻസിന് ഒരു ലിമിറ്റ് ഇസ് ആപ്ലിക്കബിൾ എന്ന് പറഞ്ഞു. ആൻഡ് ദാറ്റ് ലിമിറ്റ് എന്ന് പറയുന്നത് 10% ഓഫ്, അത് നോക്കൂ, അത് ബ്രാക്കറ്റ് ചെയ്തിരിക്കുകയാണ്. 10% ഓഫ് വാട്ട്, എന്തിൻ്റെ 10% ആണ്? ഗ്രോസ് ടോട്ടൽ ഇൻകം ലെസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് ഓൾ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80C to 80U അതർ ദൻ ATG. അതായത് ഒരാളുടെ ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും സെക്ഷൻ 3A പ്രകാരമുള്ള ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ, അത് നമുക്കിവിടെ ഇൻസിഗ്നിഫിക്കൻ്റ് ആണ്, അതധികം വരാറില്ല. സെക്യൂരിറ്റി ട്രാൻസാക്ഷൻ ടാക്സ് ആപ്ലിക്കബിൾ അല്ലാത്ത സെക്യൂരിറ്റീസിൻ്റെ ട്രാൻസാക്ഷൻസിൽ നിന്ന് ഉണ്ടാകുന്ന ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ആണ് അവിടെ മീൻ ചെയ്യുന്നത്. നമുക്കിവിടെ മെൻഷൻ ചെയ്യാതിരിക്കാം. ഇവിടെ നമുക്ക് പറയാവുന്നത് ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൽ നിന്ന് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനും അതുപോലെ തന്നെ സെക്ഷൻ 80യിലെ ATG അല്ലാതെയുള്ള മറ്റ് ഡിഡക്ഷൻസും കഴിച്ചിട്ടുള്ള ഗ്രോസ് ടോട്ടൽ ഇൻകത്തിൻ്റെ 10% ആണ് ലിമിറ്റ് എന്ന് പറയുന്നത്. അതായത് ATGയിലെ ഡൊണേഷൻസ് കണ്ടുപിടിക്കണമെങ്കിൽ, എത്രയാണ് എമൗണ്ട്, ക്വാളിഫയിങ് എമൗണ്ട് കണ്ടുപിടിക്കണമെന്ന് അറിയണമെങ്കിൽ നമുക്കൊരു ലിമിറ്റ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. ആ ലിമിറ്റാണ് ഇപ്പോൾ പറഞ്ഞത്. ഒരു ഇൻഡിവിജ്വലിൻ്റെ ഗ്രോസ് ടോട്ടൽ ഇൻകം മൈനസ് ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ആൻഡ് അതർ ഡിഡക്ഷൻസ് അണ്ടർ സെക്ഷൻ 80 ചെയ്യുമ്പോൾ കിട്ടുന്ന എമൗണ്ടിൻ്റെ 10% ആണ് ദ ക്വാളിഫയിങ് എമൗണ്ട്. ഇത് നമ്മൾ ആദ്യം തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കണം. അതിനുശേഷമേ നമുക്ക് ATG പ്രകാരമുള്ള ക്വാളിഫയിങ് എമൗണ്ട് ഓഫ് ഡിഡക്ഷൻ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ പ്രൊസീജിയർ ഇവിടെ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് അത് ഞാൻ ഇവിടെ തന്നിട്ടുണ്ടെങ്കിലും അത് നമുക്ക് പ്രോബ്ലം ചെയ്തുകൊണ്ട് വേണം, ഒരു പ്രോബ്ലങ്ങളും ചെയ്താലേ നമുക്കത് ക്ലിയർ ആവാൻ പറ്റുള്ളൂ. സോ വിത്ത് ദിസ് ഐ വൈൻഡ് അപ്പ് ടുഡേയ്സ് സെഷൻ. ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇത് ATG ഒന്ന് ക്ലാരിഫൈ ചെയ്യുന്ന ഒരു പ്രോബ്ലം നമുക്ക് പഠിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.